എല്ലാവർക്കും നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ശ്രീ വേണുവുമായിട്ടൊരു അഭിമുഖം വളരെ പ്രസക്തമാണ്. ഇങ്ങനൊരു വേദി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ആദ്യമേ നന്ദി പറയുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിയ ബുദ്ധിജീവിയാണ് അദ്ദേഹം. ഈ ഗവൺമെൻറ് എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണുന്നു, അതോ കൂടെ നിൽക്കുന്നവർക്ക് പ്രത്യേക പരിഗണനയും? ഇത് ഒരു ജനങ്ങളുടെ അവകാശമല്ല, ഗവൺമെൻറ്റിൻ്റെ ഇത് ഒരു ദാനമെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ള, അതായത് ഇപ്പോൾ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു, നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമൊക്കെ മേടിച്ചിട്ട് നമുക്കെതിരായിട്ട് വോട്ട് കുത്തുകയാണ്. ഇപ്പോൾ എന്തോ ഒരു അവകാശം പോലെ, ഇത് ജനങ്ങളുടെ അവകാശമല്ല, സർക്കാരിൻ്റെ ഒരു ദാനം പോലെ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. കാരണം ലിബറലായിട്ടുള്ള ആളുകൾ പലരും പറയുന്നത് ആശാ വർക്കർമാരാണെങ്കിലും ബാക്കി ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ ഒപ്പം നിൽക്കാത്ത ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ സംഘടനകൾ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നവരെ ശത്രുപക്ഷത്ത് നിർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ. പൊതുവിൽ ഈ പിണറായി ഗവൺമെൻറ്റിനെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് എന്ന പഴയ ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശേഷിപ്പിക്കാനാവില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും അതിന് പൊതുവിലൊരു ജനകീയ അടിത്തറ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി വളരെ വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തകരോട് ചോദിച്ചാൽ പോലും അവർ പറയുന്നൊരു കാര്യം, ഇന്ന് പാർട്ടി എന്ന ഒരു സംഘടന ഇല്ല എന്നാണ്. എല്ലാം ഒരു വ്യക്തി മാത്രമാണ്, പിണറായി വിജയൻ മാത്രമാണ് എല്ലാം എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീരുമാനമെടുക്കുന്നതിൽ ഈ പാർട്ടിയുടെ തന്നെ നേതൃത്വ കമ്മിറ്റിക്ക് പോലും കാര്യമായ ഒരു പങ്കുമില്ല എന്നുള്ള അവസ്ഥ കുറേ നാളുകളായി നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങേറ്റം സ്വേച്ഛാധിപത്യപരം, സ്റ്റാലിനിസ്റ്റ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോഴിവിടെ നിൽക്കുന്നത്. മോദി ഗവൺമെൻറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫാസിസ്റ്റ് ഭരണ സംവിധാനം തന്നെയാണ് അഖിലേന്ത്യാ തലത്തിൽ മോദി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തന്നെ മറ്റൊരു രൂപം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെയും കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു സന്ദർഭത്തിലൊരു ചോദ്യം, ലോക്സഭയിൽ മോദി ഗവൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്നത് പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ആണ്. അവിടെ രാഹുൽ ഗാന്ധി സ്ഥിരമായിട്ട് മോദി ഗവൺമെൻറ്റിൻ്റെ പല നയങ്ങളെയും എതിർക്കുന്നതും അവരുടെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും, ഇത് ട്രാൻസ്ജെൻഡേഴ്സ് ബില്ലാണ് ഏറ്റവും അവസാനം കൊണ്ടുവന്നത്, ഇതെല്ലാം ഏകപക്ഷീയമായിട്ട് പാസ്സാക്കിയെടുക്കുകയാണ്. പ്രതിപക്ഷം എന്താണ് പറയുന്നതെന്ന് പോലും ശ്രദ്ധിക്കാതെ വഖഫ് ബില്ലിൻ്റെ കാര്യം വന്നപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴെല്ലാം വളരെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തെപ്പറ്റി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അദ്ദേഹം BJPയുടെ ബി ടീമാണെന്ന് പറഞ്ഞു. കോൺഗ്രസ് പറയുന്നത് ഇവിടെ BJPയുടെ ആവശ്യം കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഒരു പ്രാവശ്യം കൂടെ, മൂന്നാമതൊരു പ്രാവശ്യം കൂടെ ഭരണത്തിലേറുക എന്നുള്ളതാണ്. അതിൽ ഒരു അന്തർധാര സജീവമാണ്, ഒരു ഡീല് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തെപ്പറ്റി താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇത് ജനങ്ങൾ മനസ്സിലേക്ക് ആഴത്തിൽ എത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവായി കുറേ വിമർശനങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. കുറച്ച് നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങൾ തികച്ചും നിരുത്തരവാദപരം എന്ന രീതിയിൽ പൊതുവിൽ വിശേഷിപ്പിക്കപ്പെട്ടത് വലിയൊരു പരിധിവരെ ശരിയായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ പിന്നീട് രാഹുൽ ഗാന്ധി തന്നെ അവരുടെ പാർട്ടി സംവിധാനത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടി മാറാൻ ശ്രമിക്കുകയും കുറച്ചുകൂടി ഗൗരവപൂർവ്വം പ്രശ്നങ്ങൾ നോക്കിക്കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഭാരതയാത്ര, 2 തരത്തിലായി നടന്ന ഭാരതയാത്ര പ്രത്യേകിച്ചും വളരെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയായിരുന്നു. ജനങ്ങളുമായി ഇടപഴകാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ചെയ്യുന്നതിൽ വളരെയധികം അദ്ദേഹം മുന്നോട്ട് പോയി എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനനുസരിച്ചുള്ള ഒരു കൃത്യമായ ഒരു ബദൽ പദ്ധതി വേണ്ടത്ര ആസൂത്രിതമായി എന്ന് പറയാറായില്ലെങ്കിലും ഒരു ബദൽ പദ്ധതി ഇന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പൊതുവിൽ കോൺഗ്രസിൻ്റെ ജനാധിപത്യ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന രീതിയിൽ തന്നെ ആ ഒരു പദ്ധതി നിലനിൽക്കുന്നുണ്ട്.
മോദിയുടെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കുറച്ച് കാണാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറേ സ്കീമുകളൊക്കെ നടപ്പാക്കുന്നതിൽ കേരള ഗവൺമെൻറ് എത്രത്തോളം മുൻകൈ എടുത്തിട്ടുണ്ട്? അതിൽ ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഈ ഇറാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ LPG ക്ഷാമം വളരെ രൂക്ഷമാണ്. അപ്പം നേരത്തെ കേരള ഗവൺമെൻറ് ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ഈ ഗെയിൽ പദ്ധതി, പാചകവാതക എത്തിക്കുക എന്നുള്ള, കേരളത്തിൽ മുഴുവൻ എത്തിക്കുക എന്നുള്ള ആ ഒരു പദ്ധതി എത്രമാത്രം വിജയമായിട്ടുണ്ട്? ഇത് നമ്മുടെ സാധാരണ വീടുകളിൽ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത്? ഗവൺമെൻറ് ഈ ഒരു പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ എത്രത്തോളം വിജയമാണ്? അതോ അവിടെ എവിടെ ലാബ്സ് വരുത്തിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ജനങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നൊരവസ്ഥ ഉണ്ടോ കേരളത്തിലെ മാത്രം അവസ്ഥയാണ്? ഇതിന് സമീപ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ബാക്കി സംസ്ഥാനങ്ങളിലല്ല ചോദിക്കുന്നത്. കേരളം പൊതുവേ ഈ കാര്യങ്ങളിൽ ആരോഗ്യ സംരക്ഷണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ മുൻപന്തിയിലാണെന്നൊരു ധാരണ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ പാചകവാതക പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ പെട്ടെന്നത് ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും പാചകവാതക പ്രശ്നം ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ പൊതുവിൽ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഗവൺമെൻറ്റുകളുടെ പ്രശ്നം എന്ന രീതിയിൽ കാണാൻ കഴിയില്ലല്ലോ. ലോക നിലവാരത്തിലുണ്ടായ വലിയൊരു പ്രതിസന്ധിയുടെ ഭാഗമാണ്. അത് നേരിടുന്ന കാര്യത്തിൽ എത്രത്തോളം പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വേണ്ടത്ര സംവിധാനങ്ങളില്ലാത്തതിൻ്റെയൊക്കെ പരിമിതികളാണ് ഇപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് ഓർമ്മ കാണും, റെയിൽ പദ്ധതി നടപ്പാക്കാനാണെന്നുള്ള പേരിൽ പെട്ടെന്ന് വീടുകളിലൊക്കെ പെട്ടെന്ന് അതിക്രമിച്ച് കയറിയിട്ട് ഒരു കല്ലവിടെ പ്രതിഷ്ഠിക്കുക, ജനങ്ങളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. പെട്ടെന്ന് റെയിൽ പദ്ധതി വരും, പെട്ടെന്ന് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ എത്താനുള്ള ഒരു പദ്ധതിയാണ്. ഗവൺമെൻറ് ചെയ്യുന്നതായതുകൊണ്ട് എപ്പോഴും നിങ്ങൾക്ക് ഗുണമായിട്ടുള്ള കാര്യമാണ്. ഈ ജനാധിപത്യത്തിൻ്റെ കുറച്ച് അഭാവം ഉണ്ടെങ്കിലും പെട്ടെന്ന് പുരോഗതി നടപ്പാക്കാനാണെന്നുള്ളത് താങ്കൾ അതിന് നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ ഒരു തനതായ സ്വഭാവവിശേഷങ്ങളൊന്നും ഇല്ലാത്ത, ജനാധിപത്യ പ്രവണതകളില്ലാത്ത ഒരു ഭരണം തന്നെയാണ്. ഈ റെയിൽ പദ്ധതി പോലുള്ള കാര്യങ്ങൾ അത് ഗവൺമെൻറ് ഇടയ്ക്ക് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെ ഗവൺമെൻറ് ഏകപക്ഷീയമായിട്ട് നടപ്പാക്കിയ പദ്ധതികൾ, അത് ഈ പൊതുവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് വളരെ ജനവിരുദ്ധമായ ഒരു സമീപനം തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും പിണറായി വിജയൻ വലിയ ഒരു അഭിമാനമായി ചൂണ്ടിക്കാണിക്കാറുള്ളത് നേരത്തെയുള്ള ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കാൻ വിസമ്മതിച്ച പല കാരണങ്ങളുണ്ട്. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പോണ്ട് തന്നെ ഗെയിൽ പദ്ധതി, ഗ്യാസ് പൈപ്പ് പദ്ധതി വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് താൻ നടപ്പിലാക്കി പൂർത്തീകരിച്ചു എന്ന് അഭിമാനപൂർവ്വം പറയാറുള്ളത് ഒരർത്ഥത്തിൽ അതിൽ ശരിയുണ്ട്. പക്ഷേ അതിന് സമാന്തരമായ രീതിയിൽ തൻ്റേതായ ഒരു വലിയ പദ്ധതി നടപ്പിലാക്കുന്നു എന്ന രീതിയിലാണ് ഈ റെയിൽ പദ്ധതിയുമായിട്ട് അദ്ദേഹം വന്നത്. പക്ഷേ അത് നടപ്പിലാക്കിയ രീതി അങ്ങേറ്റം ജനവിരുദ്ധവും സ്വേച്ഛാധിപത്യപരമായിരുന്നു. ഒരാവശ്യമില്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് ജനങ്ങൾക്ക് അതുവഴി ഉണ്ടാക്കിയത്. ഇപ്പോഴും അതിൻ്റെ ദുരിതങ്ങൾ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള എന്താ പറയുക, ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഒന്നും കഴിയാൻ, ലോൺ എടുക്കാൻ കഴിയില്ല എന്നൊക്കെ രീതിയിലുള്ള വളരെ വലിയൊരു ഒരു ദുരന്താവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയാണ്. ഇപ്പോഴും അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല. അങ്ങേറ്റം നിരുത്തരവാദപരമായ സ്വേച്ഛാധിപത്യപരമായ ഒരു നടപടിയായിപ്പോയി അത്. ആരോഗ്യരംഗത്തിൻ്റെ കാര്യത്തിൽ ഈ കേരളം എത്രമാത്രം സുരക്ഷിതത്വമുണ്ട്? സാധാരണ രോഗികൾക്ക് ഗവൺമെൻറ് ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സ കിട്ടുന്നൊരവസ്ഥയുണ്ടോ? അതവിടെ വളരെ വലിയ അവഗണനയാണ്. ഇന്നിപ്പോൾ രാവിലെ ഒരു ന്യൂസ് കണ്ടു, എറണാകുളം ജനറൽ ആശുപത്രിയിൽ 1.5 മണിക്കൂർ ഇരുട്ടിലായിരുന്നു, വെളിച്ചം ഇപ്പോഴാണ് വന്നത്. ഇപ്പം പെട്ടെന്ന് ഇലക്ട്രിസിറ്റി റെസ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് കണ്ടു. അതുപോലെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇതുപോലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളില്ല എന്നുള്ളൊരവസ്ഥ. അവിടുത്തെ ഒരു ഡോക്ടർ, അദ്ദേഹം ഇടതുപക്ഷ അനുഭാവിയാണ്, എന്നിട്ട് കൂടി ഇത് പുറമെ പറഞ്ഞതിന് വളരെ ശത്രുതാപരമായിട്ടൊരു പ്രതികാര നടപടി എന്ന രീതിയിൽ അദ്ദേഹത്തിനെതിരെ നീങ്ങുകയും പിന്നീടത് ഇൻ്റലിജൻസ് റിപ്പോർട്ടായിരിക്കും അത് ഗവൺമെൻറ് തിരിച്ചടിയാകുമെന്ന് കണ്ട് അത് ഉപേക്ഷിക്കുകയൊക്കെ ചെയ്തൊരവസ്ഥ നമ്മൾ കണ്ടു. അപ്പോൾ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ, പിന്നെ മെഡിക്കൽ കോളേജിൽ അനാസ്ഥ മൂലം നടക്കുന്ന ശസ്ത്രക്രിയാ പിഴവുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുന്നു. അത് നിയന്ത്രിച്ച് നിർത്തുന്നതിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇതിലൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതിൽ ഗവൺമെൻറ് പരാജയപ്പെടുന്നതും ചോദ്യം ചെയ്യുന്നതിനെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി നിങ്ങൾ ഞങ്ങൾക്കെതിരാണെന്നുള്ള രീതിയിൽ
കാണുകയും ചെയ്യുന്നു. അപ്പോൾ അതൊരു ജനാധിപത്യത്തിൽ എത്രമാത്രം ഈ ഗവൺമെൻറ്റിന് തിരിച്ചടിയാകുമെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും കേരളം വലിയ അഭിമാനപൂർവ്വം കൊണ്ടു നടക്കാറുള്ള ഒരു അവകാശവാദമാണ് ആരോഗ്യ മേഖലയുടെ ഇന്ത്യയിലെ ലോക നിലവാരത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വളരെ ഫലപ്രദമായ ഒരു ആരോഗ്യ സംവിധാനം നിലനിൽക്കുന്നൊരു സംസ്ഥാനമാണ്, ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത്. അതൊരു ദീർഘകാല പശ്ചാത്തലം വെച്ച് നോക്കുമ്പോൾ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. താരതമ്യേന മെച്ചപ്പെട്ട ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ ചട്ടക്കൂട് ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സമീപകാലത്ത് ആ രംഗത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ആരോഗ്യം മാത്രമല്ല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെക്കുറിച്ചാണ് പൊതുവിൽ നമ്മൾ കേരളത്തിലെ ഈ അവകാശവാദത്തെക്കുറിച്ച് പറയാറുള്ളത്. ഈ രണ്ട് മേഖലകളിലും അടുത്ത കാലത്ത് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, സമീപകാലത്ത് വലിയ വികസന പ്രവർത്തനങ്ങളെന്ന രീതിയിൽ കേരളം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ കിഫ്ബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു മൂലധന സമാഹരണ സംവിധാനം വഴി വൻതോതിൽ മൂലധനം സമാഹരിച്ചിട്ട് അതിലൂടെ ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. ശരിയാണ്. സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയൊക്കെ വളരെ അധികം കെട്ടിടങ്ങൾ ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട്. പക്ഷേ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ സ്കൂൾ കെട്ടിടങ്ങൾ ഉയർന്നു വന്നു, പക്ഷേ അവിടെ പഠിക്കാൻ കുട്ടികളില്ല. അതുപോലെ തന്നെ ആശുപത്രി കെട്ടിടങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്, പക്ഷേ അടിസ്ഥാന സംവിധാനങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള വലിയൊരു പൊരുത്തക്കേട് കാണാൻ കഴിയുന്നുണ്ട്. ശരിക്കും ആസൂത്രിതമല്ലാതെ എന്ന് പറഞ്ഞാൽ, ഞാനീ പറഞ്ഞ കിഫ്ബി ഫണ്ടിൻ്റെ ഉപയോഗം അത് വൻതോതിൽ ഫണ്ട് അത് വേറൊരു ദുരന്തത്തിലേക്കാണ് വരാൻ പോകുന്നത്. 2-3 തലമുറകൾക്ക് ശേഷം ഈ കിഫ്ബി ഫണ്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി വരും തലമുറകൾ വലിയ കഷ്ടപ്പാടിലേക്കാണ് നീങ്ങാൻ പോകുന്നത് എന്നുള്ള വേറൊരു ചരിത്രം. അത് 9% പലിശയ്ക്കൊക്കെയാണ് ഈ കിഫ്ബി ഫണ്ട് സമാഹരിച്ചു വച്ചിരിക്കുന്നത്. ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ സ്ട്രക്ചറുകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നു. പക്ഷേ അതിനനുസരിച്ച് മൊത്തത്തിലുള്ള ഒരു ആരോഗ്യ സംവിധാനത്തിൻ്റെ വികാസവുമായി ബന്ധപ്പെട്ട് ഒരു ആസൂത്രിത പദ്ധതിയുമില്ല എന്നുള്ള ഈ പൊരുത്തക്കേടാണ് ഇവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത്. അത് വലിയ ഒരു ദുരന്തമായി മാറാൻ പോവുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ കേരളത്തിന് ഫണ്ട് കുറവായതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് PM ശ്രീ പദ്ധതിയിൽ പോയി ചേരാൻ നിർബന്ധിതമായതെന്ന് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കുന്നത് കണ്ടു. അതിൽ കാര്യങ്ങൾ പറഞ്ഞ് പ്രതിപക്ഷവുമായിട്ട് സഭയ്ക്കകത്തും വെളിയിൽ ജനങ്ങളുമൊക്കെ ആയിട്ട് സംബന്ധിച്ച് അതിൻ്റെ കാര്യകാരണ സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് ജനങ്ങൾ. അതിൽ എന്തെങ്കിലും നയങ്ങൾ, അതായത് ചരിത്രത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫിയിലോ ഒക്കെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾ, RSSൻ്റെ ആശയങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ അതിനെ തടയാനായിട്ട് ഭരണഘടനയിലെ വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനങ്ങൾക്കും അവകാശമുണ്ട്. കൺകറൻറ്റ് ലിസ്റ്റിലായിട്ടുള്ളൊരു വിഷയമാണ്. അതിൽ തടയുന്നതിന് പകരം ഇത്രയും നാൾ ഞങ്ങൾ ഇതിനെ ശക്തമായിട്ട് എതിർക്കുന്നു, ഗവൺമെൻറ് എന്ത് പറഞ്ഞാലും കേന്ദ്ര ഗവൺമെൻറ് നയം ഇവിടെ കൊണ്ടുവരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം കാണുകയാണ് അതേ മന്ത്രി തന്നെ മാറ്റി പറയും, ഞങ്ങളങ്ങനെ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ PM ശ്രീ പദ്ധതി കൊണ്ടുവരികയാണെന്ന് പറയുന്നു. അപ്പോൾ അതൊരു ജനാധിപത്യത്തിൻ്റെ അഭാവവും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിൽ വന്ന ഒരു പരാജയവും. അപ്പോൾ ഈ കാരണങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ജനങ്ങൾക്ക് ആ ഒരു പൂർണ്ണമായിട്ടും ഇന്നലെ വരെ ഇതിൽ ഞങ്ങൾ എതിരാണ്, കേന്ദ്ര ഗവൺമെൻറ് നയം ഇവിടെ നടപ്പാക്കില്ല എന്ന് പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് പെട്ടെന്ന് നാളെ ഇത് നല്ലതാണ്, കേരളത്തിന് പണത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ടാണ് ഇത് എന്ന് പറയുന്നു. സഭയിൽ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോഴും സത്യസന്ധമായിട്ട് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നില്ല. അതും താങ്കളീ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൻ്റെ അഭാവത്തെയാണോ കാണിക്കുന്നത്? അതെ, അത് വളരെ ഗുരുതരമായൊരു പ്രശ്നം തന്നെയായി നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷം ഇതിൻ്റെ നേരെ ഉന്നയിച്ചിട്ടുള്ള ഈ പ്രശ്നവുമായി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ വലിയൊരു പരിധിവരെ ശരി തന്നെയാണെന്നാണ്. കാരണം എന്തോ ഒരു ഗൂഢപദ്ധതി അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. അതാണ് പ്രതിപക്ഷവും പറയുന്നത്. എന്താണെന്ന് അവർക്കും വ്യക്തമല്ല. കാരണം കേന്ദ്രം പറയുന്നത് അതേപടി നടപ്പിലാക്കാൻ നിർബന്ധിതമാകുന്ന രീതിയിൽ മുഖ്യമന്ത്രിയുടെ കൈകൾ കെട്ടിയിട്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ CPI പോലുള്ളവർക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ അങ്ങനെ അതിലേക്ക് കുടുക്കുന്ന രീതിയിൽ മോദിയുടെ ഒരു എന്തോ ദുരൂഹമായ ഒരു
ധാരണ അവർക്ക് തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് നിർബന്ധിതമായിരിക്കുന്നു എന്നുള്ള ആരോപണം ശരി തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് വളരെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോൾ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി, പ്രത്യേകിച്ചും എന്താ പറയുക, ഒരു ഹിന്ദുത്വ പദ്ധതി എന്ന രീതിയിൽ ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്ന ഒരു വലിയ ദുരന്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരളം പൂർണ്ണമായും വഴങ്ങിക്കൊടുത്തിരിക്കുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. താങ്കളിത് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ദുഃഖമുണ്ട്. കാരണം ഇന്ത്യയിൽ മുഴുവൻ ഈ ഒരു ഹിന്ദുത്വ പ്രൊജക്റ്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കൾച്ചറൽ ഡിഫറൻസസ് ഉള്ള, അല്ലെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ചില സംസ്ഥാനങ്ങളാണ്. ഇന്ന് തമിഴ്നാട്, ബംഗാളിന് അതിൻ്റേതായിട്ടുള്ള ഒരു തനതായ സംസ്കാരമുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഹിന്ദുത്വ എന്നുള്ള ആ ഒരു ഹിന്ദി ആ ഒരു അജണ്ട അതേപടി നടപ്പാക്കാൻ കഴിയുന്നില്ല. കേരളം പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇന്നത്തെ മാധ്യമം പത്രത്തിൽ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. 2016 ശ്രീ എമ്മുമായിട്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു രഹസ്യ മീറ്റിങ്ങിനെ പറ്റി. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് 2016 ശ്രീ എമ്മുമായിട്ട് നടത്തിയ ഒരു മീറ്റിംഗ്. അതിൽ പറയുന്നത്, ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിരിക്കുന്ന ആർട്ടിക്കിളാണ്. അതിൽ പറയുന്നത് ഒരു അന്തർധാര അന്ന് മുതലേ ഉണ്ട്. RSSും CPM ആയിട്ടുള്ള ഈ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കുകയും പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് മുന്നോട്ട് പോവുകയൊക്കെ വേണമെന്നുള്ളത്. അക്രമം അവസാനിപ്പിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ അതിൽ ഈ ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് ഇതിൽ ആക്റ്റീവ് പാർട്ടിസിപ്പൻ്റ് ആകുകയാണ് പല ഹിന്ദുത്വ അജണ്ടകളും. ഇപ്പോൾ നമ്മൾ കണ്ട് കുറച്ചാൾ മുമ്പ് ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിലിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട സീനിയർ IPS ഓഫീസർ RSSൻ്റെ ഒരു വലിയ കാര്യവാഹകനെ പോയി കണ്ട് രഹസ്യമായിട്ട് സംഭാഷണം നടത്തുന്നു. അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇപ്പോഴും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഞങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നിയില്ല, അതൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥന് പ്രത്യേകിച്ച് സ്ഥാനഭ്രംശമൊന്നും വന്നിട്ടില്ല, അവിടെ തന്നെ തുടരുന്നു. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ UDF പറയുന്ന ഒരു ആരോപണത്തിൽ പല കാര്യങ്ങളും സത്യമാണെന്ന് തോന്നുന്നു. കാരണം ഒരു കൂടുതൽ ഹിന്ദുക്കൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു പാർട്ടിയെ പിളർത്തുക, അല്ലെ CPMന് കുറേ ഹിന്ദു വോട്ടുകൾ ഉണ്ടായിരുന്നു, അവിടെ കടന്നു കയറുക എന്നുള്ള ഒരു അജണ്ട അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നു. അതിനെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ കുറേ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയോ ഒക്കെ ഇതാകുന്നു. ഡീലെന്ന് പറയുന്നത് ഓരോ സീറ്റുകളിൽ നടക്കുന്ന പ്രത്യക്ഷമായിട്ടുള്ള മലക്കമർച്ചകൾ. അതല്ലാതെ ഇതിൻ്റെ ഒരു അന്തർധാര സജീവമാണ്. പല അജണ്ടകളും നടപ്പാക്കപ്പെടുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ പലതും കേരളത്തിൽ CPM ഗവൺമെൻറ് ഇരുന്നുകൊണ്ട് തന്നെ നടപ്പാക്കപ്പെടുന്നു എന്നുള്ള ഒരു ധാരണ താങ്കൾക്കത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ ശ്രീ എന്ന കഥാപാത്രം അന്ന് തന്നെ, ഈ പുസ്തകത്തിലത്തെ കാര്യമല്ല, അന്ന് ആ സംഭാഷണം നടക്കുന്ന സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്ന് തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അത് ദുരൂഹമായി തന്നെയാണ് നിൽക്കുന്നത്. ആരാണ് ഈ ഇതുള്ളത്? അത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് എന്നാണ് തോന്നുന്നത്. ആ സംഭാഷണത്തിന് ശേഷം ഈ മാറ്റങ്ങളുടെ തുടക്കം എന്ന് കരുതാവുന്നത് തന്നെയാണ്. അത് എന്തോ വലിയൊരു അടിയൊഴുക്ക് ഇവിടെ നടന്നിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. അത് പൊതുവിൽ നമ്മുടെ ജനാധിപത്യ മതേതര സംസ്കാരത്തിന് വിരുദ്ധമായ ഒരു വലിയ ഗൂഢപദ്ധതിയുടെ ഭാഗമായി കേരളം മാറേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നു എന്നേ പറയാൻ പറ്റൂ. അതെങ്ങനെ, എന്തുകൊണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു ഹിന്ദു മത പണ്ഡിതരെയൊക്കെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളെ മാത്രമേ ഞങ്ങൾ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, നേരത്തെ ശബരിമലയിൽ യുവതി പ്രവേശനത്തിൽ മുൻകൈയെടുത്ത് നടപ്പാക്കിയ ഒരു ഗവൺമെൻറ് തന്നെ, ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ് തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ടൊരു മീറ്റിംഗ് നടത്തുകയാണ്. അതിൽ അവിടെ ശബരിമലയിൽ പ്രവേശിച്ച സ്ത്രീകളെ വിളിക്കുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്ന കാരണം ഞങ്ങൾ ആക്ടിവിസ്റ്റുകളെ വിളിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ വലിയൊരു യൂട്ടേൺ ആയിട്ടും അതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഹിന്ദുത്വ അജണ്ട, അതായത് ഹിന്ദു വോട്ടുകൾ ഞങ്ങൾക്ക് വേണമെന്നുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ള രാഷ്ട്രീയം മാത്രമാണ് അതിലുള്ളതെന്ന് തോന്നുന്നു. അതിനൊപ്പം വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം, ഇദ്ദേഹം ഹിന്ദുവിന് കൊടുത്തൊരു അഭിമുഖത്തിലാണെങ്കിലും മലപ്പുറത്തെ ചില കാര്യങ്ങൾ പറയുന്നു. കൂടെ ഒരു നവോത്ഥാന നായകനായിട്ട് കൊണ്ടുവന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനും പല പ്രാവശ്യം ഒരു കമ്മ്യൂണിറ്റി എല്ലാ കാര്യങ്ങളും ആനുകൂല്യങ്ങൾ അവർക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ, ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ പ്രസ്താവനകൾ ഇറക്കുന്നു. അതിനെപ്പറ്റിയൊന്നും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ CPM അതിനെപ്പറ്റി ഒഫീഷ്യലായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത വേളയിൽ
അതിനെപ്പറ്റി എങ്ങനെയാണ് ഇതിന് പ്രതികരണങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്ര പ്രത്യക്ഷമായിട്ടുള്ളൊരു മാറ്റം വന്നത്? അതിനെപ്പറ്റി താങ്കൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ശബരിമല ഒരു വലിയ വോട്ട് ബാങ്ക് പ്രശ്നമായി ഇടതുപക്ഷത്തിൻ്റെ മുന്നിൽ, പ്രത്യേകിച്ച് CPM-ൻ്റെ മുന്നിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അന്ന് മറ്റേ യുവതി പ്രവേശനം എന്നുള്ള അതിൽ സുപ്രീം കോടതിയുടെ വിധിക്ക് അനുകൂലമായി നിലപാടെടുത്തതിൻ്റെ ഫലമായി വലിയൊരു ദോഷമുണ്ടായി. പിന്നീട് തെരഞ്ഞെടുപ്പിൽ അത് വളരെ പ്രകടമായി തന്നെ ബാധിച്ചു എന്ന രീതിയിലാണ് അവർ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തത്വപരമായി സൈദ്ധാന്തികമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സുപ്രീം കോടതിയുടെ നിലപാടാണ് സ്വീകരിക്കാൻ ബാധ്യതയുള്ളത് എങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു നിലപാടെടുത്താൽ അത് ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിഷേധാത്മകമായി ബാധിക്കും എന്ന് ഭയപ്പെടുന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ പാർട്ടി അതിന് വിശദീകരണം നൽകുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നത്തിൽ പാർട്ടി ഇടപെടില്ല എന്നാണ്. വിശ്വാസികൾക്ക് വിശ്വാസമനുസരിച്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ പഴയ സുപ്രീം കോടതിക്ക് നിലപാടിനനുസരിച്ചുള്ള നിലപാട് ഇപ്പോൾ പാർട്ടിക്കില്ല എന്ന് വരുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ വോട്ട് വാങ്ങി ജയിക്കണം. അതെ, തീർച്ചയായിട്ടും. അത് ഈ ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ അവർ ഗവൺമെൻറ് ഒരു കാര്യത്തിലും ജനങ്ങളുടെ വിശ്വാസത്തിൽ ഇടപെടുന്നില്ല. ഹാൻഡ്സ് ഓഫ് അപ്രോച്ച് എന്ന് പറയും. വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഗവൺമെൻറ് ഇടപെടുന്നില്ല. അവിടെ തമ്മിലടിച്ച് മതങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇടപെടുന്നില്ല. ഇത് വിശ്വാസം സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ ആളുകൾക്ക് എന്തും ചെയ്യാം, ഗവൺമെൻറ് ഇടപെടുകയില്ല. ഇപ്പം ബ്ലാസ്ഫമി, അതായത് മതത്തെ കളിയാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ കാർട്ടൂണുകളൊക്കെ വരച്ച് കഴിഞ്ഞാൽ അതും ഗവൺമെൻറ് സമ്മതിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വരുന്നു. ഗവൺമെൻറ് ഇതിലൊന്നും ഇടപെടുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ഒരു പോസിറ്റീവ് സെക്കുലറിസമാണ്. ചില കാര്യങ്ങളിൽ ഈ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നവർ ചില കാര്യങ്ങൾ ഒരു അവശതകൾ അനുഭവിച്ച് വന്ന ഒരു സമൂഹത്തിൽ ഉള്ളവരുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ ഭരണഘടനയിൽ എഴുതി ചേർത്തിരിക്കുന്നത് എല്ലാ വിഭാഗത്തിലും പെട്ട ഹിന്ദുക്കൾക്ക് ഹിന്ദു മത ആരാധനാലയങ്ങളിൽ കയറാനുള്ള സ്വാതന്ത്ര്യം എൻഷുർ ചെയ്യാൻ ഗവൺമെൻറ്റിന് ബാധ്യതയുണ്ട്. അതിന് നിയമം പാസ്സാക്കിയെടുക്കാമെന്ന് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ പോസിറ്റീവായിട്ടുള്ളൊരു സെക്കുലറിസമാണ്. അത് മനസ്സിലാക്കാതെ ഈ പാവങ്ങൾ പണക്കാരെന്നുള്ള രണ്ട് രീതിയിലുള്ള വിഭാഗങ്ങളെ മാത്രം കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിലൂടെ നോക്കിക്കാണുമ്പോൾ മാർക്സിനെ ഓർക്കുകയും ഡോക്ടർ അംബേദ്കറെ വിസ്മരിക്കുകയും ഇതിലെ ഇന്ത്യയിൽ വളരെ വലിയൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ജാതി വ്യവസ്ഥ അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾ അതിനെയെല്ലാം ഇത്രയും നാളായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട് അവശത അനുഭവിച്ചിരുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളെല്ലാം മറന്നുകൊണ്ട് രണ്ട് വിഭാഗങ്ങളേ ഉള്ളൂ, പാവപ്പെട്ടവരും പണക്കാരൻ എന്ന രീതിയിൽ നോക്കിക്കാണുമ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജിയിലൂടെ നോക്കിക്കണ്ടതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എക്കണോമിക് വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞ് അത് മുന്നോക്ക വിഭാഗങ്ങളിലുള്ള പാവങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് BJP ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ നന്നായി സ്വാഗതം ചെയ്യുകയും അതിവിടെ കേരളത്തിൽ നടപ്പാക്കുകയൊക്കെ ചെയ്ത ഒരു ഗവൺമെൻറ്റാണ്. അത് ഡോക്ടർ അംബേദ്കറെ തിരസ്കരിച്ചതിൻ്റെ ഒരു ഭാഗമായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയ പരാജയം, കമ്മ്യൂണിസ്റ്റുകാരുടെ പരാജയം എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി 100 വർഷത്തിലധികം പ്രവർത്തിച്ചിട്ടും ഒരു വലിയൊരു പാർട്ടിയാകാൻ കഴിയാതെ അപൂർവം ചില 2-3 പോക്കറ്റുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പാർട്ടിയായി മാറാനുള്ള പ്രധാന കാരണം ഇന്ത്യയിലെ വർണ്ണജാതി വ്യവസ്ഥയെ മനസ്സിലാക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അത് ആരംഭം മുതലേയുള്ള പ്രശ്നമാണ്. കാരണം അവർക്ക് വർഗ സമരത്തിൻ്റെയും വർഗവിഭജനത്തിൻ്റെയും രീതിയിൽ, മാർക്സിസ്റ്റ് രീതിയിൽ മാത്രമേ ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ വിലയിരുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഉള്ളവരും ഇല്ലാത്തവരും എന്നുള്ള രീതിയിൽ അവർ പൊതുവായി വിഭജിക്കുമെന്നുണ്ടെങ്കിൽ തന്നെയും അതിനപ്പുറത്ത് വർണ്ണജാതി വ്യവസ്ഥ സൃഷ്ടിക്കുന്ന സങ്കീർണതകൾ അവരൊട്ടും തന്നെ മനസ്സിലാക്കാറില്ല. പണ്ട് മറ്റേ ഒരു അമേരിക്കൻ ചരിത്രകാരി ഗെയിൽ ഓംബർത്ത് ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വളരെ സൂക്ഷ്മമായ ഗവേഷണം നടത്തിയ ഒരു മഹാരാഷ്ട്രയിൽ വന്നൊരു ദളിത് പ്രവർത്തകനെ വിവാഹം കഴിച്ച് ഇന്ത്യയിൽ ജീവിക്കുകയും ഇവിടുത്തെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് വലിയ പഠനങ്ങൾ നടത്തിയിട്ടുള്ള സ്ത്രീയാണ്. അവർ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ മനസ്സിലാക്കുന്നതിൽ
ആരംഭം മുതൽക്കേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരാജയപ്പെട്ടു. ബോംബെയിലും കൽക്കട്ടയിലും ഉള്ള ട്രേഡ് യൂണിയൻ രംഗത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്. ആ ട്രേഡ് യൂണിയൻ രംഗത്തെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒന്നും തന്നെ നോക്കിക്കാണാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് സംഭവിച്ചത്, അവർ പറയുന്നത്, ബോംബെയിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അതിൽ എല്ലാ ജാതിമത വിഭാഗങ്ങളിലും പെട്ട ആളുകൾ ആ ടെക്സ്റ്റൈൽ മില്ലിലെ തൊഴിലാളി സംഘടനയിൽ അംഗങ്ങളാകുന്നു. പക്ഷേ അതേ തൊഴിലാളികൾ, ഈ ടൗണിൽ ട്രേഡ് യൂണിയനിലുള്ള അതേ തൊഴിലാളികൾ നാട്ടിൻപുറത്ത് ചെല്ലുമ്പോൾ ബ്രാഹ്മണനും പിന്നോക്കക്കാരനും ദളിതനുമൊക്കെയാണ് അതേ ജാതി വ്യവസ്ഥയുടെ വിവേചനത്തോടുകൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇവിടെ ട്രേഡ് യൂണിയനിൽ വരുമ്പോൾ എല്ലാവരും ട്രേഡ് യൂണിയൻ അംഗങ്ങളായി മാറുന്നു. ഇത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് ഗെയിൽ ഓഫ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഗ്രാമാന്തരങ്ങളിലൊന്നും തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കടന്നില്ല എന്ന് കഴിയില്ല. അവിടെ സത്യശോധക പ്രസ്ഥാനവും മറ്റും മഹാത്മാ ഫൂലെയുടെയൊക്കെ പ്രസ്ഥാനമാണ് മഹാരാഷ്ട്രയിലൊക്കെ കടന്നു വരുന്നത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മനസ്സിലാക്കാൻ കഴിയാതെ പോയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ കഴിയാതെ പോയത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അതിപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ നമ്മുടെ MA ബേബിയൊക്കെ പോലുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ, എനിക്ക് നല്ല അടുപ്പുള്ള ആളുകളാണ് തോമസ് ഐസക്കും ബേബിയൊക്കെ. പ്രത്യേകിച്ചും ബേബിയായിട്ട് ഞാൻ വിശദമായി ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ബേബി സൈദ്ധാന്തികമായെല്ലാം അംഗീകരിക്കും. പക്ഷേ ബേബിയെ ചൂണ്ടിക്കാണിക്കുന്ന അവർക്കിനി മറികടക്കാനുള്ളൊരു സൈദ്ധാന്തിക ചട്ടക്കൂടിയില്ല. ഈ വർഗപ്രശ്നം വിട്ടിട്ട് ജാതിയെ മനസ്സിലാക്കാൻ സൈദ്ധാന്തികം വിശദീകരിക്കണ്ടേ, ഇതിന് മാർഗമില്ല. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടും അവരതിനെ മറികടക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ ഒരു ആപ്ലിക്കേഷനോട്ട് വരുമ്പം കേരളത്തിലെ SC/ST ഫണ്ട്, ഒരു ദളിത് ചിന്തകനും കൂടിയാണ് അദ്ദേഹം. വളരെ പൊതുപ്രവർത്തനങ്ങളിലെ വിഷയങ്ങളിലൊക്കെ വളരെ ഗഹനമായിട്ട് പഠനം നടത്തിയിട്ടുള്ള ശ്രീ റെജിമോൻ കുട്ടപ്പൻ എഴുതിയൊരു കാര്യമാണ്. 6458 കോടിയുടെ ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെ 12 വെൽഫെയർ സ്കീം, അതിനകത്ത് എക്സ്പെൻഡിച്ചർ ഒന്നും ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഈ പദ്ധതികളിൽ പലതും 2000 എയ്ഡഡ് സെക്ടറിലെ 2000 തൊഴിലാളികളുള്ളതിൽ SC/ST 586 പേരേ ഉള്ളൂ, 0.37%. കോപ്പറേറ്റീവ് സെക്ടർ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള കോപ്പറേറ്റീവ് സെക്ടറിൽ റിസർവേഷൻ ഇല്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ 5 ലക്ഷം ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാതിരുന്നു. അത് ലീസ് കഴിഞ്ഞ കാലഘട്ടം കഴിഞ്ഞതാണ്. ഇങ്ങനെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ കാര്യത്തിൽ വളരെ വലിയൊരു വഞ്ചനാ ദിനമായിട്ട് ആചരിക്കുകയുണ്ടായി. പിന്നെ അതിദാരിദ്ര്യ വിമർജന അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്നുള്ള ഒരു പ്രഖ്യാപനം നടന്ന ദിവസം ശ്രീ ഗീതാനന്ദനെ പോലുള്ളവരൊക്കെ എന്ന് പ്രഖ്യാപിച്ചത്, ഈ ഗവൺമെൻറ് ഞങ്ങൾക്ക് ആദിവാസികൾക്ക് ഭൂമി വാഗ്ദാനം ചെയ്തിട്ട് നടപ്പാക്കാതിരുന്ന ഒരു വഞ്ചനാ ദിനമായിട്ട് കൂടി ആചരിക്കണമെന്ന് പറഞ്ഞു. ഇപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള, ഏറ്റവും പൂറായിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ ആദിവാസികളായിട്ടുള്ള ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബിൻ്റെയൊക്കെ കാര്യം വരുമ്പോൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഗവൺമെൻറ്റിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയൊരു വീഴ്ച പറ്റിയത്? തീർച്ചയായിട്ടും അത് വലിയൊരു പരിമിതിയാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ. അവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ഈ വർഗ സമീപനമാണ് പ്രശ്നം. ഈ വിഭാഗങ്ങളൊന്നും അവർ വർഗമായിട്ട് കാണുന്നില്ല, വർഗത്തിന് പുറത്താണ്. അപ്പോൾ അവരെ മനുഷ്യരായിട്ടോ ഇവിടെ നമ്മൾ പരിഗണിക്കേണ്ട വിഭാഗങ്ങളായിട്ടോ കാണുന്നില്ല. എത്ര തന്നെ പലരും ഈ വിഷയം ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ടുള്ളവർക്ക്. പക്ഷേ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പ്രശ്നമുള്ളത് വർഗം എന്നുള്ള ആ വീക്ഷണം വെച്ചിട്ട് അവർക്ക് ഈ വർഗമല്ലാത്ത മറ്റ് അധസ്ഥിത അനവധി സാമൂഹ്യ വിഭാഗങ്ങൾ, ഈ വിഭാഗങ്ങളെ ഒന്നും തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായ ഒരു പ്രത്യേക വിഭാഗം എന്ന രീതിയിൽ നോക്കിക്കാണാനും അവർക്കതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുമുള്ള ഒരു സൈദ്ധാന്തിക ചട്ടക്കൂട് അവരുടെ കയ്യിലില്ല എന്നുള്ളതിൻ്റെ പരിമിതിയിൽ അവരത് അവഗണിക്കുകയാണ് ചെയ്യുന്നത്. വളരെ കുറ്റകരമായ ഒരു അവഗണനയാണ് അതുവഴി ഉണ്ടാകുന്നത്. ഏറ്റവും അവസാനമായിട്ട് മുഖ്യമന്ത്രിയുടെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം, ആഭ്യന്തര മന്ത്രാലയം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? പക്ഷപാതപരമായിട്ടാണോ? കാരണം കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനമാണ്, അത് ചെടിച്ചട്ടി എടുത്ത് തല്ലുക അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ. ഇപ്പം മുഖ്യമന്ത്രി തന്നെ അതിനെ ന്യായീകരിക്കുന്നത് രക്ഷാപ്രവർത്തനമാണ്, അവർ
വണ്ടിയുടെ മുമ്പിൽ ചാടിയിട്ട് അപകടം ഉണ്ടാകാതിരിക്കാനാണ്. പക്ഷെ നേരെ തിരിച്ച് ഒരു മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചതിൻ്റെ പേരിൽ അവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും 2 ദിവസം മുമ്പാണ് ഇവർ പിന്നെ CPM പ്രവർത്തകർ അതോ DYFI ആണോ ഇവരുടെ വീടിന് നേരെ ബോംബെറിഞ്ഞു. അപ്പോൾ ആ ഒരു അമ്മ കരഞ്ഞുകൊണ്ട് എന്തിനാണ് മക്കളെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞ് അതൊരു വീഡിയോ. ഇതൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യത്തെ തിരസ്കരിച്ചുകൊണ്ട് ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് പോകുന്നതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമല്ലേ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിൽ പക്ഷപാതപരമായിട്ട് പെരുമാറുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചോദ്യം. ജനാധിപത്യ വിരുദ്ധമായ സമീപനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ പിണറായി സർക്കാരിൻ്റെ ഒരു സ്വഭാവം തന്നെയാണ്. എന്തെല്ലാം ഇപ്പോൾ ഇവിടുത്തെ പാർലമെൻ്ററി ജനാധിപത്യ ചട്ടക്കൂട് ഇവിടെ ഉള്ളത് കൊണ്ട് അതിനുള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് കുറേയൊക്കെ ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്നു എന്നല്ലാതെ അടിസ്ഥാനപരമായി ജനാധിപത്യ ബോധം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. ഞാൻ പറയും പിണറായി വിജയൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ എന്നുള്ളതല്ല, മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്നുള്ളത് തികച്ചും പഴയ രീതിയിലുള്ള തൊഴിലാളി വർഗ സർവാധിപത്യം എന്നവർ പണ്ട് പറയുന്ന പാർട്ടി സ്വേച്ഛാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം. അതാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന രാഷ്ട്രീയം. അതിൽ നിന്ന് അവരല്പം പോലും പിന്മാറിയിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. ഇപ്പോൾ CPIക്കാർ അടുത്ത കാലത്ത് അവരുടെ പാർട്ടിയിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. ഈ തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് ഒഴിവാക്കിയിട്ട് ജനാധിപത്യത്തിലൂടെ സോഷ്യലിസം നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് ഭരണഘടനാ ഭേദഗതി വരുത്തി. CPM അത് വരുത്തിയിട്ടില്ല. ഇതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് TP ചന്ദ്രശേഖരൻ, മറ്റേ വടകര ആ ഭാഗത്തുള്ള കൊല്ലപ്പെട്ട ആൾ. അതേക്കുറിച്ച് ചെറിയൊരു സ്വയംവിമർശനം നടത്താൻ, തെറ്റുപറ്റിപ്പോയി എന്ന് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. 51 വെട്ടുകെട്ടിയതിനെ ന്യായീകരിക്കുന്ന ആ ക്രൂരമായ എന്താ പറയുക കൊലപാതക രാഷ്ട്രീയം, അത് ഈ രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവികമായ ഒരു തുടർച്ച തന്നെയാണ്. അതിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാൻ പിണറായി വിജയൻ തയ്യാറല്ല. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പോലീസ് സ്റ്റേഷനിലും അധികാരപ്രയോഗമാണ് അവിടെ നടക്കുന്നത്. അതിലൊരു കുറ്റബോധം തോന്നുന്നില്ല. അതൊക്കെ വേണ്ടിടത്തൊക്കെ ചെയ്തു പോകുന്നു എന്നുള്ള രീതിയിൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനം വരുന്നത് ഇതിൽ നിന്നാണ്. അവസാനത്തെ ചോദ്യം, അത് എല്ലാവരും ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് എപ്പോഴും തമ്മിൽ ഭേദമായിട്ടുള്ള ഒരു പാർട്ടിയെ തിരഞ്ഞെടുക്കുകയാണ്, തമ്മിൽ ഭേദമായിട്ടുള്ള നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുകയാണ്, നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിൽ ഒരു മാറ്റം, ഏതെങ്കിലും രീതിയിലുള്ള മാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളാണോ താങ്കൾ കാണുന്നത്? അതോ ഏതെങ്കിലും രീതിയിൽ സ്വാതന്ത്ര്യമൊക്കെ അടിച്ചമർത്തിയാലും ജനങ്ങൾക്ക് സംസാരിക്കാൻ അവകാശമില്ല, പ്രൊട്ടസ്റ്റ് നടത്താൻ അവകാശമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ വെൽഫെയർ സ്കീം നടപ്പാക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയിൽ കുറച്ച് പേരെങ്കിലും CPMന് വീണ്ടും സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് തന്നെ തുടരാനുള്ള സാധ്യതയാണോ? താങ്കൾ എന്താണ് അതിൽ കാണുന്നത്? ഈ കഴിഞ്ഞ 2 തവണ അല്ല 21 വിജയത്തിൻ്റെ പിന്നിലുള്ളത് 2 അടുപ്പിച്ച് വന്ന വെള്ളപ്പൊക്കങ്ങളും കോവിഡും പോലൊക്കെയുള്ള കുറേ സാഹചര്യങ്ങളെ ജനങ്ങളും സർക്കാരും കൂടി ഒരുമിച്ച് നേരിട്ടു എന്നുള്ള ഒരു താരതമ്യേന മെച്ചപ്പെട്ട പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ നേടിയ വിജയത്തിൻ്റെ ബലം തന്നെയായിരുന്നു 21 വിജയം എന്ന് കണക്കാക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൻ വികസന പദ്ധതികളുടെ ജനങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അധികാരത്തിൽ വീണ്ടും തിരിച്ചു വരാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് അവർ നീങ്ങുന്നത്. ഒരു വലിയ പരിധിവരെ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അപ്പോൾ പോലും ജനങ്ങളുടെ ഇടയിൽ എതിർപ്പ്, ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്ന സമയത്ത് കണ്ടതുപോലുള്ള സർക്കാർ വിരുദ്ധ സമീപനം ജനങ്ങളുടെ ഇടയിൽ വളർന്നു വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു മുന്നേറ്റമൊന്നും അല്ലെങ്കിൽ ഒരു ചെറിയ മാർജിനോടുകൂടി UDF അധികാരത്തിൽ വരാനുള്ള സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. നമ്മൾ ജനങ്ങൾ പിന്നെ ആരുടെ ഗവൺമെൻറ് വന്നാലും, ഇനി നാളെ UDF ഗവൺമെൻറ് വന്നാലും ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഭരണഘടനാ പ്രതിബദ്ധതയുള്ള ഗവൺമെൻറ് ആയിരിക്കണം. ഭരണത്തിലിരിക്കുന്നവർ നമ്മുടെ പ്രതിനിധികളാണ്. അവർ രാജാക്കന്മാർ മാറി മന്ത്രി വന്നു എന്നുള്ളതല്ല. അവിടെ ജനപ്രതിനിധികളുടെ ഭരണമാണ്. ഗവൺമെൻറ് ഒരു ട്രസ്റ്റി ആയിട്ടാണ്, ജനങ്ങളുടെ ഒരു ട്രസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഫണ്ട് വിനിയോഗിച്ച് നമുക്ക് തന്നെ വെൽഫെയർ സ്കീം നടപ്പാക്കി തരണം. ഇതൊക്കെ ഇവരുടെ ഭരണഘടനാ ബാധ്യതയാണ്, നിയമപരമായിട്ടുള്ള ബാധ്യതയാണ്. നാളെ ഗവൺമെൻറ് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാറിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇതേപോലുള്ള ചോദ്യങ്ങൾ, ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങൾ ഗവൺമെൻറ്
ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഇതെല്ലാം ചോദ്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF കൂടെ വന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, പ്രകൃതി ദുരിതങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ സർക്കാരിൻ്റെ നിലപാടുകളാണ്. സത്യത്തിൽ അന്ന് സംഭവിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിന് ശേഷം മുസ്ലിം സമുദായങ്ങളുടെ മുഴുവനും ഒരു താല്പര്യം മുഖ്യമന്ത്രിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. ലോക്സഭ ഇലക്ഷന് ശേഷം ഭൂരിപക്ഷ സമുദായങ്ങളെ ഒരു പ്രത്യേക വിഭാഗമായിട്ട് സന്ധി ചെയ്യും, രഹസ്യമായിട്ട് സെറ്റിൽമെൻറ്റ് ചെയ്യും. പല നിലയ്ക്ക് എല്ലാ വിഭാഗങ്ങളുമായിട്ട് പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ടുള്ള സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് BJPയുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ തന്ത്രപരമായിട്ട് കൈക്കലാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ വിജയത്തിൻ്റെ യഥാർത്ഥ കാരണം. കിറ്റ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ആനുകൂല്യം കൊടുത്തുകൊണ്ടല്ല. നമ്മൾ 140 മണ്ഡലം കറക്റ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു 80ഓളം മണ്ഡലത്തിൽ BJPയുടെ വോട്ടുകൾ കറക്റ്റായിട്ട് LDFിലേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളുടെ വോട്ടുകൾ പല മണ്ഡലങ്ങളും LDFന് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട്. ഇതേ തന്ത്രം തന്നെയാണ് കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് വരെ മുന്നോട്ട് പോയിരുന്നത്. അന്ന് വടകരയിലെ മറ്റേ ഷാഫി പറമ്പിൽ ഇലക്ഷനും മത്സരിച്ചപ്പോൾ ഷൈല ടീച്ചർ തോറ്റോടുകൂടി ഒരു തന്ത്രം ഫെയിലായി. ആ ഫെയിലായതിന് ശേഷമാണ് ഒറ്റയടിക്ക് വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വരികയും പുതിയ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ഭൂരിപക്ഷം വോട്ടുകൾ അടിച്ചു മാറ്റുന്നതിനുള്ള പുതിയൊരു തന്ത്രമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. ഇങ്ങനെയൊരു തന്ത്രമുള്ളതുകൊണ്ട് ഇതിനെ മറികടക്കാനായിട്ട് ഭരിക്കുന്ന നിലയിലുള്ള പ്രതിപക്ഷത്തിന് സാധിക്കുമോ എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാൻ സാധിക്കുന്നില്ല. ഇതാണ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അതിൽ പ്രത്യേകിച്ച് ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാണെന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഒരു കാര്യം പറയാം, ഇത് രാജ്യത്തിനൊട്ടും നല്ലതല്ല. കമ്മ്യൂണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് മതത്തിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ തീവ്രമായിട്ടുള്ള ആശയങ്ങളുടെ പേരിൽ ആളുകളെ വർഗീയവൽക്കരിക്കുന്നതോ അല്ലെങ്കിൽ ധ്രുവീകരണം നടത്തുന്നതും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്യുന്നത് ആര് ചെയ്താലും അത് ലോങ് ടേമിൽ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. വന്നു കഴിഞ്ഞാൽ പലയിടത്തും നമ്മൾ കാണുകയാണ് ജനാധിപത്യത്തിൻ്റെ എങ്ങനെയാണ് ധ്വംസനം നടക്കുന്നത്. വർഗീയ ധ്രുവീകരണം നടക്കുമ്പോൾ കൂടുതലായി ഭൂരിപക്ഷം ഏത് മതമാണോ ആ മതത്തിന് അവിടെ ശക്തി ഉണ്ടാകുന്നതാണ് കാണുന്നത്. അല്ലെങ്കിൽ മതത്തിൻ്റെ ബേസിസിലാകാൻ ചിലപ്പോൾ ലാംഗ്വേജ് ആകാം. അപ്പോൾ അവിടെയെല്ലാം ധ്രുവീകരണം വിഘടനവാദത്തിലേക്കും തീവ്രമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കും വഴിതിരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതിന് തടയിടാൻ കഴിയണം. നമ്മളതിന് ബേസിക് സ്ട്രക്ചർ എന്ന് പറയും. ഭരണഘടനയിൽ കുറേ കാര്യങ്ങൾ, അടിസ്ഥാനപരമായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. ഏത് ഗവൺമെൻറ് വന്നാലും ആര് ഭരണത്തിൽ വന്നാലും ചില കാര്യങ്ങളിൽ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പാടില്ല. സെക്കുലറിസം എന്ന് പറയുന്ന ഒരു ബേസിക് ഫീച്ചറാണ്. ഇന്ത്യൻ ഭരണഘടന ഒരു മതത്തെയും ഒരു ഭാഷയെയും പ്രഥമ പരിഗണന കൊടുക്കുന്നില്ല. എല്ലാവർക്കും തുല്യാവകാശമാണ്. തുല്യാവകാശം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ന്യൂനപക്ഷമായിട്ടുള്ള പാഴ്സി വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ വളരെ വലിയ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുണ്ട്. സർവ്വസൈന്യാധിപർ, ചീഫ് ജസ്റ്റിസുമാർ ഒക്കെ ആയിട്ടുണ്ട്, അറ്റോർണി ജനറൽമാരൊക്കെ ആയിട്ടുണ്ട്. അത് ജനാധിപത്യത്തിൻ്റെ സ്വഭാവമാണ്. അതേപോലെ ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങൾ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്, മുഖ്യമന്ത്രിമാർ, പിന്നെ വലിയ പാർട്ടിയുടെ നേതാക്കന്മാർ, ഇന്ത്യൻ പ്രസിഡൻറ്റ് ഒക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം കഴിയുന്നത് ഭരണഘടന അടിസ്ഥാനപരമായിട്ട് സെക്കുലർ ആയതുകൊണ്ടാണ്. പക്ഷേ ഏതെങ്കിലും ഒരാൾ ഒരു വലിയ സ്ഥാനത്തിരുന്നുകൊണ്ട് മാത്രം ആ വിഭാഗത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്നു അർത്ഥമില്ല. എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം ഗ്രൗണ്ടിൽ അത് പ്രവർത്തിച്ച് ഈ സിവിൽ സർവീസ് എക്സാം നടന്നാലും അപ്പോയിൻമെൻറ്റ് ജോലികളായാലും ഒക്കെ കേരളത്തിൽ അത് കുറഞ്ഞ വർഷം ഇവിടെ ആ ഒരു സാമുദായികമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും മുൻപന്തിയിലായതുകൊണ്ട്, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ കേരളത്തിന് വെളിയിൽ അനുഭവിക്കുന്ന അത്ര സാമ്പത്തികമായിട്ടുള്ള പിന്നോക്കാവസ്ഥയില്ല. കേരളത്തിലെ മുസ്ലിങ്ങളുടെ കാര്യം രാജ്യത്തെ ബാക്കി എല്ലാവരെയും മുൻപന്തിയിലാണെന്ന് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. കേരളത്തിലെ അവസ്ഥ താരതമ്യേന ഭേദമാണ്. പക്ഷേ ഇത് വർഗീയ ധ്രുവീകരണത്തിലേക്ക് പോവുകയാണെങ്കിൽ രാജ്യത്ത് ബാക്കി പലയിടത്തും കാണുന്ന രീതിയിലുള്ള ഹെയ്റ്റ് ക്രൈംസ്, വെറുപ്പിൻ്റെ രാഷ്ട്രീയം കേരളത്തിലൂടെ വരുന്നത് വലിയ അപകടമാണ്. അത് തടയാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി അത് കച്ചവടമാക്കി മാറ്റുകയാണെങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നമ്മൾ പോകും. അത് നമ്മളെല്ലാവരും ജനങ്ങളതിൽ
ഒരു പരിധിവരെ നമ്മൾ അവെയറാണ്. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ലിറ്ററസിയിൽ മുൻപന്തിയിലാണ്. ഈ ഒരു കാര്യത്തിൽ രാഷ്ട്രീയ ലിറ്ററസിയിൽ കൂടി മുൻപന്തിയിലെത്തിയാൽ മാത്രമേ തടയാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മുസ്ലിം വോട്ടിലെ ഒരു വിഭാഗം നേടിയെടുക്കാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നുള്ളത് കഴിഞ്ഞ തവണ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് മുസ്ലിം സമുദായം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ മറികടന്ന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. FDPA പോലുള്ള ചെറിയ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കിയാൽ മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി തന്നെ ഇത്തവണ CPM-നെതിരായി പിണറായി സർക്കാരിനെതിരായി അണിനിരന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലവർ വിജയിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ലത. എനിക്ക് ചോദ്യമല്ല, എന്നാലും കൂടി സാറിൻ്റെ ഒരു അഭിപ്രായം അറിയാൻ കൊള്ളാമെന്നുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഇടതുപക്ഷം അന്നത്തെ സ്ത്രീകളെ മുൻനിർത്തിക്കൊണ്ട് കുറേ പ്രക്ഷോഭങ്ങൾ നയിക്കുകയുണ്ടായി. ഇപ്പോൾ വന്നപ്പോൾ അത് ആ ചാരസംരക്ഷണമാണ് നവനവോത്ഥാനം എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഒരു ശബ്ദവും അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല. ദേവസ്വം ബോർഡാണെങ്കിൽ മതപണ്ഡിതരും പറയുന്നതാണ്, അല്ലെങ്കിൽ തന്ത്രി പറയുന്നതാണ് പ്രധാനം, വിശ്വാസികളുടെ അഭിപ്രായമാണ് പ്രധാനം എന്നുള്ള നിലപാടിലേക്ക് അവർ മാറിയിട്ടുമുണ്ട്. അതൊരു വിഷയം. പിന്നെ ഒന്നുള്ളത്, ഇപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയിൽ, ലോക്സഭയിലും അസംബ്ലിയിലായാലും വളരെ ചെറിയൊരു ശതമാനം മാത്രമായി ഇപ്പോൾ അവർ നിർത്തിയിട്ടുള്ളൂ. അതുതന്നെ പല സീറ്റുകളിലും തോൽക്കും എന്നുള്ള സംഭാവനയുള്ള, അല്ലെങ്കിൽ അങ്ങനെ സംഭാവ്യതയുള്ള സീറ്റുകളാണ് നിർത്തിയിരിക്കുന്നത്. ശൈലജ ടീച്ചറെ പോലും അങ്ങനൊരു സീറ്റിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്നായിരിക്കും നമുക്ക് 50% വേണ്ടതാണ് എങ്കിൽ കൂടി 33% പോലും ഇടതുപക്ഷം പോലും തരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് സാറിൻ്റെ ഒരു അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പൊതുവിലത് ഇടതുപക്ഷം വലതുപക്ഷം അങ്ങനെ അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നുള്ള വേർതിരിവുകളൊന്നും ഇല്ലാതെ ഇന്ത്യൻ സമൂഹവും കേരള സമൂഹവും ഒക്കെ പൂർണ്ണമായും പുരുഷാധിപത്യ സമൂഹം തന്നെയാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ ഞാൻ. പുരുഷാധിപത്യം, പുരുഷമേധാവിത്യം മറ്റു പല ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നിലനിൽക്കുന്നത് കേരളത്തിലാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അനവധി പേര് ജോലിക്ക് പോവുകയും അങ്ങനെ താരതമ്യേന മെച്ചപ്പെട്ട ഒരവസ്ഥയിൽ സ്ത്രീകൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പൊതുവിൽ വിലയിരുത്താറുണ്ട്, അവകാശപ്പെടാറുണ്ടെങ്കിൽ തന്നെയും ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ തിരിച്ചെത്തിയാൽ വീണ്ടും തനി ഒരു പുരുഷൻ്റെ ആധിപത്യത്തിൽ, ജോലിയില്ലാത്ത പുരുഷനാണ് ഭർത്താവെങ്കിൽ തന്നെയും ജോലിയുള്ള സ്ത്രീ ജോലിക്ക് പോയി ആ പൈസ കൊണ്ടുവന്ന് ആ പൈസയും കൂടി പുരുഷന് കൊടുക്കേണ്ടി വരുന്ന രീതിയിലുള്ള ഗതികേടുള്ള ഒരു സമൂഹമാണ് കേരളമെന്ന് ഞാൻ വളരെ കാലമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കുറച്ചുകൂടി മെച്ചമാണെന്ന്. ഞാൻ പണ്ട് പഴയ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഫലമായി വടക്കേ ഇന്ത്യയിലെ ഈ പ്രാദേശിക ട്രെയിനിലൊക്കെ പോകുമ്പോൾ ചെറിയ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിർത്തി ഇറങ്ങാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ട്രെയിനിൽ പുരുഷന്മാരിരിക്കണ സീറ്റിൻ്റെ ഇടയിൽ ഒരു ചെറിയ സ്ഥലമുണ്ടെങ്കിൽ ഒരു സ്ത്രീ, പലപ്പോഴും ബുർഖയിട്ടിട്ടുള്ള മറ്റേ മൂടുപടമിട്ടുള്ള ബ്രാഹ്മണ സ്ത്രീകൾ, അവർ വന്ന് ആ പുരുഷന്മാരുടെ ഇടയിൽ തിങ്ങിയിരിക്കണേന് അവർക്കൊരു മടിയില്ല. കേരളത്തിലാണെങ്കിലോ പറ്റുമോ? ഒരിക്കൽ ഒരു ബോംബെയിൽ നിന്നൊരു സ്ത്രീ പ്രവർത്തക, ഞങ്ങളുടെ പഴയ, അവരെന്നെ കളിയാക്കാറുണ്ട് കാണുമ്പോൾ. ഒരു തവണ കോഴിക്കോട് നിന്ന് മംഗലാപുരത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ 2 സീറ്റുള്ള 2 പേർക്കിരിക്കാവുന്ന ഒരു സീറ്റിൽ ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ പറഞ്ഞ സ്ത്രീ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒരു പുരുഷൻ ഇരിക്കുന്ന ഒരു സ്ത്രീയിൽ. അപ്പോൾ ഈ സ്ത്രീ ചെന്നിട്ട് ആ ഒഴിഞ്ഞ സീറ്റിൽ പോയി ഇരുന്നു. ഉടനെ ആ പുരുഷൻ ചാടി എണീക്കുക. കേരളത്തിലെ സ്ഥിതിയാണ്. അപ്പോൾ ആ സ്ത്രീ എന്നിട്ട് ഞാൻ ബോംബെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കേരളം എന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കാറ്. അതാണ് സ്ഥിതി. അത് അദ്ദേഹം പറഞ്ഞ കേരളത്തിൽ ഈ സ്ത്രീ പുരുഷ വിഭജനം വളരെ ചെറുപ്പം, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കാലം മുതൽക്ക് തന്നെ ഈ ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വിഭജനം വളരെ കൃത്യമായി നടപ്പിലാക്കുന്ന ഒരു സമൂഹം കേരളം മാത്രമാണ്. മറ്റുള്ളിടത്തൊന്നും ഇത്ര ഭീകരമല്ല. അതുകൊണ്ടാണ് അങ്ങേറ്റം പുരുഷമേധാവിത്വ സ്വഭാവമുള്ള ഒരു നാടാണ് കേരളം. അതിലൊരു മാറ്റമില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും
മാർക്സിസ്റ്റ് പാർട്ടി ഒന്നും ഇത് മാറ്റാൻ വേണ്ടി ഒരു ചെറിയ നടപടി പോലും സ്വീകരിച്ചിട്ടില്ല. അങ്ങനൊരു യാഥാർത്ഥ്യമുണ്ടെന്ന്, പുരുഷ മേധാവിത്വം കേരളത്തിലുണ്ട് എന്ന് അവരുടെ രേഖകൾ ഒന്നും കാണില്ല. അതൊരു യാഥാർത്ഥ്യത്തെ തന്നെ അംഗീകരിക്കുന്നില്ല. അത്രമാത്രം പുരുഷ മേധാവിത്വപരമാണ് ഈ ഇടതുപക്ഷ പാർട്ടികൾ ഉൾപ്പെടെയുള്ളത്. ഞാൻ അദ്ദേഹം പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. ഇന്ത്യയിൽ ഇതുവരെ 18 ലേഡി ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെമ്പാട്. ബീഹാറിലുണ്ടായിട്ടുണ്ട്, ഉത്തർപ്രദേശിലുണ്ടായിട്ടുണ്ട്, ഒറീസയിലുണ്ടായിട്ടുണ്ട്, ഗുജറാത്തിലുണ്ടായിട്ടുണ്ട്, തമിഴ്നാട്ടിലുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ വനിതകൾക്കെതിരെയുള്ള ആറ്റിറ്റ്യൂഡ് രാഷ്ട്രീയപരമായിട്ട് വളരെ പ്രബലമാണ്. വീടുകളിലെയും ബസ്സിലെ പൊതുസ്ഥലങ്ങളിലെയൊക്കെ കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. ഇതുതന്നെയാണ്. ഈ നോർത്ത് ഇന്ത്യയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അത്ഭുതമാണ്. ഇങ്ങനെ ഈ ശബരിമലയിലുള്ള പോലെയുള്ള ഒരു അനാചാരം അവിടെയെങ്ങുമില്ല. വേറൊരു അമ്പലങ്ങളിലും ഈ സ്ത്രീകൾ അവിടെ കയറരുത് എന്നൊരാചാരം ഇല്ല. അവിടെ അകത്ത് കയറി തൊടാം, പൂവൊക്കെ ഇട്ടിട്ട് പോരാ. ഇവിടെ വെളിയിൽ നിൽക്കണം. അതൊരു വലിയ രീതിയിലുള്ള തൊട്ടുകൂടായ്മ വേറെ രീതിയിലൂടെ പാലിക്കുന്നുണ്ട്. ശബരിമലയിൽ അതുണ്ട്. ദൗർഭാഗ്യവശാൽ ഈ ഗവൺമെൻറ് നയം മാറ്റിയിട്ട് ഇപ്പം വിശ്വാസികളുടെ ഒപ്പമാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാണ് വിശ്വാസി? ഇദ്ദേഹം ചോദിക്കാൻ പോകുന്നത് ആരുടെ അടുത്താണ്? ഇപ്പോൾ ഈ ഹിന്ദുത്വത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ പറയുന്നത് മോഹൻ ഭഗവത്താണ്. അദ്ദേഹത്തിൻ്റെ അടുത്താണോ ശ്രീ പിണറായി വിജയൻ കൺസൾട്ട് ചെയ്യാൻ പോകുന്നത്? ആരുടെ അടുത്താണ്? അത് നമുക്കറിയില്ല. എൻ്റെ പേര് സാബുരാജ്. KVയും പാനലിസ്റ്റും കൂടി നിങ്ങളുടെ സംസാരങ്ങൾ അവസാനിപ്പിക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം 50 ഏക്കർ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നതെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളുടെ സംഭാഷണങ്ങൾ അവസാനിപ്പിച്ചത്. ഈ അടുത്ത ദിവസം നമ്മുടെ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ടുണ്ട് സംവരണത്തെക്കുറിച്ച്. ദളിത് സമുദായത്തിൽ നിന്ന് അഥവാ ഹിന്ദു മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി ക്രിസ്തുമതത്തിൽ പോയ ഒരു വ്യക്തി കൊടുത്ത ഒരു പെറ്റീഷനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വലിയ വിധി വന്നു. ഹിന്ദു സമുദായത്തിൽ, ബ്രാഹ്മണിക്കൽ ഹിന്ദു സമുദായത്തിൽ നിൽക്കുന്നവന് മാത്രമേ സംവരണത്തിന് അവകാശമുള്ളൂ. ബ്രാഹ്മണനോട് നീ തമ്പുരാനാണെങ്കിൽ എനിക്കൊരിതുമില്ല എന്ന് പറഞ്ഞ് പുറത്തു വരുന്നവന് സംവരണത്തിൽ യാതൊരു അവകാശവുമില്ല, അവൻ ഈക്വലൈസേഷൻ നേടിയെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന്. ഇവിടെ ഈക്വലൈസേഷൻ പറയുമ്പോൾ ഈ സുപ്രീം കോടതിയുടെ വിധിയെക്കുറിച്ച് എന്താണ് KVക്ക് പറയാനുള്ളതെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. അത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വിധിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനമാണ്. ആ കേസിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് അട്രോസിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ ഒഫൻസ്, ക്രിമിനൽ കുറ്റം ആകുന്നതിനെ പറ്റിയാണ് ആ കേസിലുണ്ടായിരുന്ന വിഷയം. ആ ഒരു വിഷയത്തിൽ മാത്രം അതിൽ വിധി എഴുതാൻ ബാധ്യസ്ഥമായിട്ടുള്ളൊരു ബെഞ്ച് വേറെ ചില കാര്യങ്ങൾ കൂടി എഴുതി. അതിൽ 1950 വന്ന ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡർ, അതിൻ്റെ പ്രസിഡൻഷ്യൽ ഓർഡർ മുഖാന്തരമാണ് വന്നത്. അന്ന് ഡോക്ടർ അംബേദ്കർ കൂടി ഉള്ള സമയത്ത് ഗവൺമെൻറ് പാസ്സാക്കിയെടുത്ത ആ നിയമത്തിൽ അതിൽ പറഞ്ഞിരുന്നത് ഇത് ഹിന്ദു മതത്തിനകത്തുള്ളൊരു വിഭാഗമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറഞ്ഞ ആ ഒരു അട്രോസിറ്റീസ് ബ്രാഹ്മണിക്കൽ മതത്തിൻ്റെ ഒരു രൂപമായതുകൊണ്ട് അത് വന്നിരിക്കുന്നത് ബുദ്ധ, ജൈന, സിഖ് മതങ്ങളിൽ അതിൻ്റെ ഒരു പ്രഭാവം കാണാം. വൈദേശികമായിട്ടുള്ള വെളിയിൽ നിന്ന് വന്ന ക്രിസ്തുമതം അതിൻ്റെ തനതായ രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിലോ അതിനകത്തുള്ളവരെല്ലാം തുല്യരാണ്, സമന്മാരാണ്. അപ്പം മുസ്ലിങ്ങൾ സ്ത്രീകൾ സമ്മതിക്കില്ല, ഞങ്ങളെ തുല്യരായിട്ട് കാണുന്നില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിൽ ഒരു സാഹോദര്യമുണ്ട്. ഹിന്ദുമതം തട്ടുതട്ടായിട്ട് അതിനകത്തുള്ളവരെ തന്നെ വേർതിരിച്ച് കാണുന്നു. അതുകൊണ്ടാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് ഓർഡർ 1950 മുതൽ ഉള്ള സ്ഥിതിയാണ്. അത് സുപ്രീം കോടതി പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന കാര്യം തന്നെ വീണ്ടും ഈ ഒരു അട്രോസിറ്റീസ് ആക്ട് ക്രിമിനൽ കുറ്റം ആണോ എന്നുള്ള ചോദ്യത്തിന് ക്രിസ്തു മതത്തിലേക്ക് മാറിയത് കൊണ്ട് ഈ ഒരു ഒഫൻസ് വരില്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന നിയമപരമായിട്ടുള്ള പൊസിഷൻ തന്നെയാണത്. ഇത് തെറ്റാണ് എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ഇത് മാറ്റം വരുത്താം. മാറ്റം വരുത്തേണ്ടത് കോടതിയല്ല. കോടതിക്ക് നിയമം വ്യാഖ്യാനിക്കാനേ കഴിയൂ. ആ നിയമത്തിൽ തെറ്റുണ്ട്, പാളിച്ചയുണ്ട്, കുറവുകളുണ്ടെങ്കിൽ അത് നിയമപരമായിട്ട് പാർലമെൻറ്റിൽ കൂടി ആ നിയമം മാറ്റിയെടുക്കേണ്ടതുണ്ട്. മാറ്റിയാൽ മാത്രമേ, പ്രത്യേകിച്ച് ക്രിമിനൽ നിയമത്തിലെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് സ്ട്രിക്റ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യണം. ഏറ്റവും ഏതെങ്കിലും രീതിയിൽ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഗുണമായിട്ട് ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, ഇത് ഹിന്ദു ആണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ മതവിഭാഗങ്ങൾ ബുദ്ധിസ്റ്റ്, ജൈൻ, സിഖ് മതത്തിലേക്ക് മാറിയാൽ മാത്രമേ ഈ ഒരു ഒഫൻസ് അട്രാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ക്രിസ്തുമതത്തിൽ പെട്ട ഒരാൾക്കെതിരെ ഈ നിയമം ഉപയോഗിക്കാൻ കോടതിക്ക് കഴിയില്ല. വളരെ സ്വാഭാവികമാണ്. നിയമപരമായിട്ടത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ആ വിധി വളരെ വിമർശിക്കപ്പെട്ടതാണ്. നിയമത്തിൽ, അതായത് ജനങ്ങൾ ഡിസ്കസ് ചെയ്ത് പാർലമെൻറ്റിൽ ആ നിയമം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ കോടതിക്ക് വിധി തിരിച്ചെഴുതാവുന്നതാണ്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അതേ കഴിയും.